ആലുവ പറവൂർക്കവലയിലെ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാവാത്തയാൾ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആലുവ UC കോളേജിന് സമീപം മില്ലുംപടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോതമംഗലം ഐരൂർ പാടം വിമലാലയം വീട്ടിൽ വിവേക് ബൈജു, പുതുച്ചേരി സ്വദേശി രഞ്ജിത് കുമാർ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത സമീപവാസിയുമാണ് ആലുവ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയത്. ഈ മാസം 21-ന് പുലർച്ചെയായിരുന്നു പറവൂർ കവലയിൽ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇവർ മോഷ്ടിച്ചത്. പരിസരവാസിയായ പ്രായപൂർത്തിയാകാത്ത ആളാണ് വീടും പരിസരവും ഇവർക്ക് കാണിച്ചു കൊടുത്തതെന്നാണ് നിലവിലെ നിഗമനം. മോഷണം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വർണം ആലുവയിലെ ഒരു സ്ഥാപനത്തിൽ വിറ്റതിനു ശേഷം പണം രണ്ടുപേരും കൂടി വീതിച്ചെടുക്കുകയായിരുന്നു. ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനും ആഡംബര ജീവിതത്തിനുമാണ് ഇവർ പണം ഉപയോഗിച്ചതെന്ന് പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. വിവേകിനും രഞ്ജിത്തിനും സമാന സ്വഭാവമുള്ള 10ഓളം കേസുകളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വിവേക് മയക്കുമരുന്ന് കേസിൽ കൂടി പ്രതിയാണ്. കൂടാതെ ജയിൽവാസം കഴിഞ്ഞ് വിവേക് പുറത്തിറങ്ങിയത് മാർച്ചിലും രഞ്ജിത്ത് ജൂലൈയിലുമായിരുന്നു. പകൽ സമയങ്ങളിൽ കറങ്ങി നടന്ന വീടുകൾ ആദ്യം കണ്ടുവയ്ക്കുകയാണ് ഇവരുടെ ആദ്യത്തെ നടപടി. പിന്നീട് പുലർച്ചെ മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറയുകയുണ്ടായി. പറവൂർക്കവലയിൽ മോഷ്ടിച്ചതിനു ശേഷം ബിനാനിപുരം ഭാഗത്തും പരിസരങ്ങളിലും ഇവർ മോഷണശ്രമം നടത്തുകയും ചെയ്തിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ മോഷ്ടാക്കളെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ടീം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രധാനമായും കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ 2 മോഷ്ടാക്കളെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.